മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ ആഞ്ഞടിച്ച് മുൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും നിലവിൽ ഇടത് സഹയാത്രികനുമായ KS ഹംസ. ആൺകുട്ടികളുള്ള വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ആളാണ് PMA സലാം എന്ന KS ഹംസ. സലാം ഏതു വർഗത്തിൽ പെടുമെന്നാണ് ലീഗുകാർക്കടക്കം ചോദിക്കാനുള്ളതെന്നും സലാമിന്റെ നാട്ടിൽ തന്നെ അദ്ദേഹം ആണും പെണ്ണും കെട്ടവനാണെന്ന അഭിപ്രായമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യം സലാം നന്നാവാൻ തയ്യാറാകണമെന്ന് KS ഹംസ തുറന്നടിച്ചു. 8 മണി കഴിഞ്ഞാൽ PMA സലാമിന്റെ കോഴിക്കോട് ഓഫീസ് ബാറാണെന്നും അദ്ദേഹത്തെ കോഴിക്കോട് നിന്ന് തിരൂരങ്ങാടിയിലേക്ക് കൊണ്ടുവിടാൻ ക്യൂ നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹത്തായ ആശയങ്ങളുമായി ഒരു ജനതയുടെ സ്വപ്നങ്ങളുമായി രൂപം കൊണ്ട പാർട്ടിയാണ് ലീഗ്. PMA സലാമിനെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് ആ പാർട്ടിയെ നശിപ്പിച്ചു. സലാമിന്റെ പ്രയോഗം കേട്ടാൽ അറപ്പുളവാക്കുന്നതാണെന്നും തുടങ്ങി PMA സലാമിനെ കടന്നാക്രമിച്ചുകൊണ്ട് രൂക്ഷ വിമർശനമാണ് KS ഹംസ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനാണെന്നാണ് സലാമിന്റെ ഭാഷ. സലാം ഏത് വർഗത്തിൽപ്പെടുമെന്നാണ് ലീഗുകാർക്കടക്കം ചോദിക്കാനുള്ളത്. ഞങ്ങൾക്കറിയാമായിരുന്നല്ലോ, ഞാൻ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായി ഒരുമിച്ച് 18 വർക്ക് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ അദ്ദേഹം ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന അഭിപ്രായമുണ്ട്. സത്യം പറഞ്ഞാലേ ആ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന് പറയാറുണ്ട്. ആൺകുട്ടികളുടെ വീട്ടിലും കയറ്റാൻ കൊള്ളാത്തവനാണ് ഈ സലാം. അത് ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, പാർട്ടിയിലും അറിയാം. അതൊക്കെ അയാൾ ആദ്യം നന്നാവട്ടെ, എന്നിട്ടല്ലേ ബാക്കിയുള്ളൊരു കേരളത്തിൻ്റെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, അത് നൂറ്റാണ്ടുകളിലൂടെ കൊടുത്തും വാങ്ങിയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് കേരളത്തിന്. ആ സാംസ്കാരിക മണ്ഡലത്തിൽ അങ്ങനെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു സ്വഭാവങ്ങൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും ഒക്കെ പുലർത്തിപ്പോരുന്നുണ്ട്. അതിന് നാണക്കേടാണ് സലാം. കേരളം ഭരിക്കുന്ന CPM-ന്റെ സെക്രട്ടറി ഈയിടെ ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി. ഞങ്ങളൊക്കെ ഒരു തുള്ളി മദ്യം വായിൽ വെച്ച് നോക്കിയിട്ടില്ലാത്ത ആളുകളാണ് എന്ന് പറയണ്ടായി. ഹൈവൻ ടച്ച് എ ഡ്രോപ്പ് ഓഫ് ഡ്രഗ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു തുള്ളി മദ്യം പോലും വായിൽ വെച്ച് നോക്കിയിട്ട് പോലും ഇല്ലെന്ന്. അതിനോട് പ്രതികരിക്കാൻ കഴിയാത്ത മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ പറഞ്ഞ മഹാൻ. എല്ലാവർക്കും അറിയാലോ, കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. 8 മണി കഴിഞ്ഞാൽ ആ ഓഫീസ് ബാറാണ്. അതിൽ അംഗങ്ങൾ ഇന്നും കോഴിക്കോടുണ്ട്. അദ്ദേഹത്തിനെ കോഴിക്കോട്ട് നിന്ന് തിരൂരങ്ങാടിയിലേക്ക് കാറിൽ കൊണ്ടാക്കാൻ അന്ന് ക്യൂ നിൽക്കുകയാണ്. കാരണം കാറിൽ വെച്ച് വെള്ളമടിക്കാൻ വേണ്ടി. ഈ പറയുന്ന വ്യക്തിയാണ് ഇത്ര മോശമായ പ്രയോഗം നടത്തുന്നത്. അത് ആ പാർട്ടിക്ക് കേടാണ്. മഹത്തായ ആശയങ്ങളുമായി രൂപം കൊടുത്ത ഒരു നല്ല ജനതയുടെ പാർട്ടിയായിരുന്നു. അതിനെ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നശിപ്പിച്ചു വെച്ച്. അദ്ദേഹം തന്നെ അന്ന് വേറെ പ്രസ്താവന ഉണ്ടായിരുന്നില്ല, ലീഗിനെ പിരിച്ചുവിടണമെന്നാണ്. ലീഗ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വ്യക്തി. ഈ വ്യക്തിയാണ് കേരളത്തിൻ്റെ ആദരണീയനായ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കേരളത്തിലെ പ്രബുദ്ധമായ ജനത കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത്. വളരെ മോശമാണത്. അത് ആ പാർട്ടിക്ക് തന്നെ വിനയാവും. PMCയുടെ കാര്യമൊക്കെ വേറെ കിടക്കട്ടെ. അദ്ദേഹം ആന്ധ്രയിലെ കോൺഗ്രസ് ഗവൺമെൻറ് വിമർശിക്കട്ടെ, കർണാടകയിലെ ഗവൺമെൻറ് വിമർശിക്കട്ടെ, രാജസ്ഥാനിലെ കോൺഗ്രസ്സുകാർ വിമർശിക്കട്ടെ. അതിന് പറ്റില്ല. അതും വേണ്ട. കേരളത്തിൻ്റെ നികുതി പണം പിരിച്ചു കൊണ്ടുപോയിട്ട് ആ പൈസ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് തരണമെങ്കിൽ ഇത്തരം കണ്ടീഷനുകൾ വെക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയല്ലേ വിമർശിക്കേണ്ടത്? അതിനൊന്നും വഴിയില്ല. ഈ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം തലക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ജൽപ്പനങ്ങളുണ്ടാവും, ചിലപ്പോൾ ഭ്രാന്തും പറയും. അതാണ് നടക്കുന്നത്. ഒറ്റ വാക്ക് പറയാനുള്ളത്, അദ്ദേഹം ഉപയോഗിക്കുന്ന ചില വാക്കുണ്ട്. പച്ചയിലാണോ കളറിലാണോ പറഞ്ഞത് എന്ന് ചോദിക്കും. അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം എന്താ പറഞ്ഞത് എന്നുള്ളത്. പച്ചയിൽ പറഞ്ഞാൽ എന്താണ്, കളറിൽ പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അദ്ദേഹം ഈ പ്രയോഗം നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത് കളറിലാണ് അദ്ദേഹം എന്നാണ് തോന്നുന്നത്.
അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര.